ഇപ്പോഴത്തെ +2 പാസ്സായ വിദ്യാർത്ഥികൾ +1 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ റുക്സാന ടീച്ചറിൻ്റെ കൂടെ കെമിസ്ട്രി പഠിപ്പിച്ചിരുന്നത് ലിജ ടീച്ചറാണ്. അപ്പോൾ ടീച്ചർ അവർ സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോഴത്തേക്ക് ടീച്ചറിന് ചെറിയ ആരോഗ്യ പ്രശ്നം ഉണ്ടായി. കഴിഞ്ഞ ഒരു വർഷക്കാലം ടീച്ചർ ക്ലാസ്സിന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ടീച്ചർ ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു, സാർ എന്നെ കൊണ്ടുവിടാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായും ആ ചടങ്ങിൽ വന്ന് പങ്കെടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഉച്ചയോടുകൂടി ടീച്ചർ പറഞ്ഞു ടീച്ചറിൻ്റെ ഹസ്ബൻഡിന് മറ്റൊരു സ്ഥലത്ത് പോകേണ്ടതുകൊണ്ട് ടീച്ചറിന് ഇപ്പോൾ ഒരു സർജറി ഒക്കെ കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് വണ്ടി ഓടിച്ച് വരാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ അഭിനന്ദനങ്ങൾ കുട്ടികളെ അറിയിക്കണം, രക്ഷകർത്താക്കളെ അറിയിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നീട് ടീച്ചറിനോട് ചോദിച്ചു, ഈ ടീച്ചറിൻ്റെ ആശംസ ഞാൻ റിപ്പോർട്ടർ സ്പീച്ചായി പറയുന്നതിനേക്കാൾ നല്ലത് ഇന്നത്തെ കാലത്ത് അത് ടീച്ചറിൻ്റെ ശബ്ദത്തിൽ തന്നെ കുട്ടികൾക്ക് കേൾക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ ടീച്ചർ +2 റിസൾട്ടായ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു അനുമോദനം ഒരു വോയിസ് ക്ലിപ്പായിട്ട് എന്നെ അയച്ചു തന്നിട്ടുണ്ട്. ഞാനതൊന്ന് കേൾപ്പിക്കാം. ഷിബു സാറ്, ശാന്താൽ സാറ്, റുക്സാന ടീച്ചർ, രാജശ്രീ ടീച്ചർ ഉൾപ്പെടെയുള്ള അധ്യാപകരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മുടെ +2 കുഞ്ഞുങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് ചില കുഞ്ഞുങ്ങൾ എന്നെ നേരിട്ട് വിളിക്കുകയും ചില കുഞ്ഞുങ്ങൾ മെസ്സേജ് അയക്കുകയും ചെയ്തു. ബാക്കിയുള്ളവരുടെ റിസൾട്ട് നമ്മുടെ ശാന്തി സാറ് മുഖേന ഞാൻ അറിയുകയും ചെയ്തു. ഏറ്റവും സന്തോഷം തോന്നുന്നുണ്ട്. നിങ്ങളെ +1 ഞാൻ പഠിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞു. വളരെ ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ടും പോർഷൻ എടുത്തു എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. എന്നാൽ എൻ്റെ ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ട് +2 തുടക്കത്തിൽ ക്ലാസ് എടുക്കാൻ കഴിഞ്ഞു. എന്നാൽ പിന്നീട് തുടർന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് നേരിട്ട് വന്ന് നിങ്ങളെ കാണുകയും നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കുക എന്നതിനേക്കാൾ ഉപരി നിങ്ങളെ എല്ലാം ഒന്ന് കാണണം എന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ചെറിയ ഒരു അസ്വസ്ഥത ഉള്ളത് കൊണ്ട് ഇന്ന് എനിക്ക് വരാൻ കഴിഞ്ഞില്ല. നിങ്ങളുടെ റിസൾട്ട് ഏറ്റവും ചില കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്തു. എന്നാൽ ചില കുഞ്ഞുങ്ങൾക്ക് അത്രയും സ്കോർ ചെയ്യാൻ കഴിഞ്ഞില്ല. വിഷമിക്കേണ്ട. നമ്മുടെ ഇനിയും വരുന്ന നിങ്ങളുടെ കോഴ്സുകളിൽ എല്ലാ കുഞ്ഞുങ്ങളും നല്ല കോഴ്സുകൾ സെലക്ട് ചെയ്ത് ജോലി സാധ്യതയുള്ള പഠന മേഖല തിരഞ്ഞെടുത്ത് അതിൽ ഏറ്റവും തിളക്കമാർന്ന വിജയം ഇനിയും നിങ്ങൾക്ക് തുടർന്ന് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിന്നെ +1 കുഞ്ഞുങ്ങൾ, അതായത് ഇപ്പോഴത്തെ +2 അവരും അവിടെ ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ 1-2 ക്ലാസ്സുകൾ മാത്രമാണ് അവർക്ക് എടുത്തിട്ടുള്ളത്. പക്ഷേ അവരിൽ പലരുടെയും മുഖം എനിക്ക് സുപരിചിതമാണ്. ചില കുഞ്ഞുങ്ങൾ എന്നെ മെസ്സേജ് അയക്കുകയും വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കാറുണ്ട്. അതിൽ ഞാൻ സന്തോഷം രേഖപ്പെടുത്തുന്നു. അതേപോലെ 10ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളും അവിടെ സമ്മാനം മേടിക്കുവാൻ വേണ്ടി അവിടെ എത്തിയിട്ടുണ്ടാവും. എനിക്ക് നിങ്ങളെ നേരിട്ട് പരിചയമില്ല, നിങ്ങൾക്ക് എന്നെയും അറിയില്ല. എങ്കിൽ കൂടി എല്ലാ കുഞ്ഞുങ്ങൾക്കും ഞാൻ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. നിങ്ങളുടെ വരുന്ന അടുത്ത കോഴ്സുകളിലും, അതായത് നിങ്ങൾ +1 +2 ഒക്കെ പഠിക്കുമ്പോൾ ഇതേപോലെ തികച്ചും മികവാർന്ന വിജയം നിങ്ങളൊക്കെ കരസ്ഥമാക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവരോടും ഒരിക്കൽ കൂടി എല്ലാ പ്രാർത്ഥനകളും ആശംസകളും അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിലും ടീച്ചർ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം.